relation between the two units of measuring angles in the case of trigonometry, degree and radian measures. Degree measures and radian measures are connected. Now let's see the relation between degree measures and radian measures. Okay, and we have studied the unit of measuring angles, one complete revolution. One complete revolution. Okay, in degree measure, നമ്മൾ കണ്ടു ഡിഗ്രി മെഷർ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഒരു സർക്കിൾ ഫോം ചെയ്യും ആണല്ലോ. ഡിഗ്രി മെഷറിൽ വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ ഇൻ റേഡിയൻ മെഷർ? സോ റേഡിയൻ മെഷറിൽ നമ്മൾ കണ്ടു, സപ്പോസ് ഒരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യാം. Okay, so this is center OA. One complete revolution എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡിറക്ഷനിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരും. സോ ദാറ്റ് മീൻസ് ഈ ഒരു ആർക്ക് എന്ന് പറയുമ്പോൾ ഫുൾ സർക്കിൾ ആണ്. സോ ഫുൾ സർക്കിളിന്റെ ലെങ്ത് എത്രയാണ്? ദാറ്റ് ഇസ് സെയിം ആസ് സർക്കംഫറൻസ് ഓഫ് സർക്കിൾ, പെരിമീറ്റർ ഓഫ് സർക്കിൾ. We have studied circumference of circle or perimeter of circle is equal to 2 pi r. Okay. Suppose if we consider a unit circle, then r is equal to 1. Therefore, circumference of circle is equal to then 2 pi. r 1 ആണ്. So 2 pi into 1, 2 pi എന്ന് കിട്ടും. So radian measureൽ ചെയ്യുമ്പോൾ നമ്മളൊരു യൂണിറ്റ് സർക്കിൾ കൺസിഡർ ചെയ്യുന്നു. യൂണിറ്റ് സർക്കിളിൽ ഇത് ഇനീഷ്യൽ സൈഡ്. വൺ കംപ്ലീറ്റ് റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ ടെർമിനൽ സൈഡും അത് തന്നെ വരും. സോ ഇവിടുന്ന് ഇവിടം വരെയുള്ള ആംഗിളാണ് റേഡിയൻ മെഷറിൽ വരിക. സോ നമുക്കറിയാം റേഡിയൻ മെഷറിൽ സെൻട്രൽ ആംഗിൾ തീറ്റ ഈസ് ഈക്വൽ ടു L by R ആണ്. തീറ്റ ഈസ് ഈക്വൽ ടു L, arc length. One complete revolution എന്ന് പറഞ്ഞ arc is from A to B. That means the full circle, circumference of the circle of radius 1 unit, that is 2 pi, and radius is 1. So we have theta is equal to 2 pi radian on. Okay, so degree measure one complete revolution 360 degree ആണ്. Radian measure one complete revolution is 2 pi radian. So ഇത് രണ്ടും ഒരേ one complete revolutionന്റെ angle measures ആണ്. 360 in degree measure, 2 pi in radian measure. Both are same. That is 2 pi is equal to 360 degree. 2 pi radian is equal to 360 degree. So we can say pi radian is equal to 180 degree. So this is the relation between degree and radian measure. Pi radian ആണ് 180 degree. 2 pi radian is 360 degree. So ഇത് വെച്ച് നമുക്ക് ഏത് ഡിഗ്രി മെഷേഴ്സിനെയും റേഡിയൻ മെഷറിൽ എഴുതാം, ഏത് റേഡിയൻ മെഷറിനെയും ഡിഗ്രി മെഷറിൽ എഴുതാം. സോ ടെൽ മീ ഹൗ വിൽ യു റൈറ്റ് 60 ഡിഗ്രി ഇൻ റേഡിയൻ മെഷർ? സോ നമുക്കറിയാം പൈ റേഡിയൻ ആണ് 180 ഡിഗ്രി. സോ 60 എന്ന് പറയുന്നത് 180 by 3 ആണ്. സോ ഇൻസ്റ്റെഡ് ഓഫ് 180 ഡിഗ്രി in radian measure we can write pi. So pi by 3 radian ആണ് 60 ഡിഗ്രിക്ക് ഈക്വൽ ആയിട്ട് വരും. സോ റിലേഷൻ ബിറ്റ്വീൻ ഡിഗ്രി ആൻഡ് റേഡിയൻ മെഷർ എന്ന് പറയുമ്പോൾ ഇത് ഓർത്താൽ മതി. 2 pi radian is 360 degree, pi radian is 180 degree. സോ ഓർക്കേണ്ട റിസൾട്ട് ആണ് 2 pi radian 360 degree, pi radian 180 degree. ഓക്കെ, അപ്പൊ നമ്മൾ ട്രിഗണോമെട്രി എന്ന ചാപ്റ്റർ ലാസ്റ്റ് ഇയർ പഠിച്ചപ്പോൾ തന്നെ കോമൺ ആംഗിൾസ് എന്ന് പറഞ്ഞ് കുറച്ച് ആംഗിൾസ് നമ്മൾ പഠിച്ചിരുന്നു. സോ വാട്ട് ആർ ദ കോമൺ ആംഗിൾസ്? 30 ഡിഗ്രി is a common angle, 45 degree
common angle 60 degree, common angle 90 degree, common angle. ഇത്രയുമാണ് നമ്മൾ കോമൺ ആംഗിൾസ് ആയിട്ട് ഇൻക്ലൂഡിങ് 0 നമ്മൾ കോമൺ ആംഗിൾസ് ആയിട്ട് പഠിച്ചിരുന്നത്. ഇവിടെ നമ്മൾ ഡിഗ്രി മെഷേഴ്സും റേഡിയൻ മെഷേഴ്സും റിലേറ്റഡ് ആണെന്ന് മനസ്സിലാക്കി. സോ നമുക്ക് ഈ തന്നിരിക്കുന്ന കോമൺ ആംഗിൾസ് ഡിഗ്രി മെഷറിലുള്ള ആംഗിൾസിനെ റേഡിയൻ മെഷറിലേക്ക് മാറ്റിയാൽ എന്താണ് എന്ന് പഠിക്കണം. കാരണം ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിഗ്രി മെഷേഴ്സ് യൂസ് ചെയ്യാറില്ല, നമ്മൾ റേഡിയൻ മെഷേഴ്സിലാണ് എഴുതുക. സോ ഓരോ കോമൺ ആംഗിളിന്റെയും റേഡിയൻ മെഷേഴ്സും നമ്മൾ അറിഞ്ഞിരിക്കണം. 0 ഡിഗ്രി റേഡിയൻ മെഷറിൽ 0 തന്നെയാണ്. നമ്മൾ ഡിഗ്രിക്ക് മുകളിൽ 0 ഇടുന്നുണ്ട്, റേഡിയന് നമ്മൾ ആ സി എഴുതണമെന്ന് നിർബന്ധമില്ല. ഡിഗ്രി ആംഗിളാണ് അതെങ്കിൽ അതിൽ ഒരു യൂണിറ്റും മെൻഷൻ ചെയ്തില്ലെങ്കിൽ അത് റേഡിയൻ ആയിട്ട് മനസ്സിലാക്കണം. ഓക്കെ, ദാറ്റ് ഇസ് വെൻ നോ യൂണിറ്റ് ഇസ് മെൻഷൻഡ് വിത്ത് ആൻ ആംഗിൾ ഇറ്റ് ഇസ് ഇൻ റേഡിയൻ. സോ യു ഡോണ്ട് വാണ്ട് ടു പുട്ട് ആ സി ഇടേണ്ട ആവശ്യമില്ല, റേഡിയൻ എഴുതേണ്ട ആവശ്യമില്ല, റാഡ് എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് റൈറ്റ് ദാറ്റ് നമ്പർ. സോ യു ഹാവ് ടു, ഇഫ് ഇറ്റ് ഇസ് ആംഗിൾ യു ഹാവ് ടു ടേക്ക് ഇറ്റ് ആസ് ഇൻ റേഡിയൻ മെഷർ. സോ 30 ഡിഗ്രീനെ എങ്ങനെ നമ്മൾ റേഡിയൻ മെഷറിലേക്ക് മാറ്റും? സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ക് കൂട്ടേണ്ടത് ഇത് മാത്രമാണ്. പൈ റേഡിയൻ ഈസ് 180 ഡിഗ്രി, 2 പൈ റേഡിയൻ ഈസ് 360 ഡിഗ്രി. ഓക്കെ, 30 ഡിഗ്രീനെ 180 ആയിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, 30 ഡിഗ്രീനെ 180 ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ വി നോ ദാറ്റ് 180 by 6 ആണ് 30. 180നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 30 കിട്ടുക എന്ന് നോക്കിയാൽ മതി. 180നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 30 കിട്ടുക. സോ നമുക്ക് എങ്ങനെ എഴുതാം? 180 by 6 that is equal to pi by 6 radian. So 30 degree എന്ന് പറയുന്നത് pi by 6 radian ആണ്. ഓക്കെ, this is equal to 30 degree. അടുത്തത് 45. 45 degree is equal to 45നെ 180 കൊണ്ട് കണക്ട് ചെയ്യുക. 180നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 45 കിട്ടുക? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 45 കിട്ടുക. 180 degree is pi radian. So pi by 4. Then 60 ഡിഗ്രി. 180നെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴാണ് 60 കിട്ടുന്നത്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ. സോ ഇൻസ്റ്റെഡ് ഓഫ് 180 ഡിഗ്രി വി ക്യാൻ റൈറ്റ് പൈ റേഡിയൻ. സോ പൈ ബൈ 3. 60 ഡിഗ്രി is equal to pi by 3. Now 90 ഡിഗ്രി. 90 ഡിഗ്രി is 180 by 2 ആണ് 90 ഡിഗ്രി. 180 ഡിഗ്രി is in 180 ഡിഗ്രി in radian measure pi. So pi by 2. ഓക്കെ, അങ്ങനെ നമുക്ക് എല്ലാ കോമൺ ആംഗിൾസിനെയും റേഡിയൻ മെഷറിലേക്ക് എഴുതാൻ കഴിയും. നമ്മൾ 90 കഴിഞ്ഞിട്ട് ഇതുവരെയാണ് നമ്മൾ 10th സ്റ്റാൻഡേർഡ് വരെ പഠിച്ചിരുന്നത്. നമുക്ക് 180യും കൂടെ അറിഞ്ഞിരിക്കണം. 180 റേഡിയൻ മെഷറിൽ എന്താണ്? പൈ ആണ്. ഓക്കെ, അടുത്തത് 270 റേഡിയൻ മെഷറിൽ എന്ത് വരും? 270നെ റേഡിയൻ മെഷറിൽ എഴുതുമ്പോൾ നമ്മൾ പഠിക്കുന്നുണ്ട് അത് എങ്ങനെയാണ് റേഡിയൻ മെഷറിലേക്ക് മാറ്റുന്നത്. ഓർത്താൽ മതി. 3 pi by 2 എന്ന് വരും. 360 ഡിഗ്രി ഇൻ റേഡിയൻ മെഷർ 2 pi. ഓക്കെ, സോ ഈ കോമൺ ആംഗിൾസും അതിന്റെ റേഡിയൻ മെഷേഴ്സും നിർബന്ധമായിട്ടും കാണാണ്ട് പഠിക്കേണ്ടതാണ്. നമുക്ക് ആ ടേബിളിലേക്ക് പോകാം. The relation between degree measure and radian measure of some common angles. So common angles എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട ആംഗിൾസ് ഇതൊക്കെയാണ്: 30, 45, 60, 90, 180, 270, 360. Radian measure 30 pi by 6, 45 pi by 4, 60 pi by 3, 90 pi by 2, 180 pi, 270 3 pi by 2, 360 2 pi. സമയെടുത്ത് 30 മുതൽ 360 വരെയുള്ള ഈ 7 കോമൺ ആംഗിൾസിന്റെയും റേഡിയൻ മെഷേഴ്സ് പഠിച്ചതിന് ശേഷം മാത്രം അടുത്ത സെക്ഷനിലേക്ക് പോകും. ഡിഗ്രി മെഷേഴ്സിന്റെയും റേഡിയൻ മെഷേഴ്സിന്റെയും നൊട്ടേഷണൽ കൺവെൻഷൻ നോക്കാം. When the angle is expressed in radian, the unit radian is ignored. നമ്മൾ എഴുതേണ്ട കാര്യം ഇല്ല. ഡിഗ്രി ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ മുകളിൽ ഒരു കുഞ്ഞ് 0 ഇട്ട് കൊടുക്കണം.
When we write angle theta degree, we mean the angle whose degree measure is theta. When no unit is mentioned with an angle, it is in radian. Now you can use this study tip to convert a degree measure to radian measure and vice versa. To convert degree measure to radian measure, multiply with pi by 180. To convert radian measure to degree measure, multiply with 180 by pi. So that is, idannu padikka. Okay, radian measure is equal to pi by 180 into degree measure. Degree measure is equal to 180 by pi into radian measure. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിക്കുന്ന സമയത്ത് മിക്ക കുട്ടികൾക്ക് മാറിപ്പോകാറുണ്ട്. പൈ ബൈ 180 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്, 180 ബൈ പൈ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്യേണ്ടതെന്ന്. സോ ഇങ്ങനെ ഓർക്കാൻ ഞാനൊരു ഈസി മെത്തേഡ് പറയാം. റേഡിയൻ മെഷറിലെല്ലാം പൈ ഉണ്ടാകും. സോ റേഡിയൻ മെഷറിൽ എഴുതണമെങ്കിൽ പൈ മുകളിൽ വരണം. സോ ഡിഗ്രി മെഷറിനെ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഡിഗ്രി മെഷർ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പൈ ഉണ്ടാവില്ല, പൈ വേണം റേഡിയൻ മെഷർ എഴുതുമ്പോൾ. സോ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി റേഡിയൻ മെഷർ തന്നു, ഡിഗ്രി മെഷർ കാണണം. സോ നമുക്കറിയാം ഡിഗ്രി മെഷറിൽ പൈ ഇല്ല, പൈനെ ക്യാൻസൽ ചെയ്യണം. സോ പൈ താഴെ വരണം. സോ റേഡിയൻ മെഷറിനെ അപ്പോൾ 180 ബൈ പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ആ രീതിയിൽ നിങ്ങൾക്കൊരു സ്റ്റഡി ടിപ്പാണ് ഓർത്ത് വെക്കാൻ പറ്റുന്നത്. പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ പഠിക്കുക. ടു കൺവേർട്ട് ഡിഗ്രി മെഷർ ടു റേഡിയൻ മെഷർ, മൾട്ടിപ്ലൈ വിത്ത് പൈ ബൈ 180. ടു കൺവേർട്ട് റേഡിയൻ മെഷർ ടു ഡിഗ്രി മെഷർ, മൾട്ടിപ്ലൈ വിത്ത് 180 ബൈ പൈ. ഇനി ഇങ്ങനെ ഒരു ഫോർമുലയൊക്കെ ഓർക്കാൻ പറ്റുന്ന കുട്ടികൾ അതേപോലെ തന്നെ ഓർത്ത് വെക്കുക. റേഡിയൻ മെഷർ ഈസ് പൈ ബൈ 180 ഇൻറ്റു ഡിഗ്രി മെഷർ. Degree measure is 180 by pi into radian measure. Okay, now 1 degree is pi by 180 radian ആണ്. ഇത് പൈ 3.14 ആണ്. 3.14 വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ you will get 0.01746 approximately. Okay, now 1 radian is 180 degree by pi ആണ്. സോ ഇതും നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്യുമ്പോൾ 57.32 എന്ന് വരും. അതിന് നമ്മൾ മിനിറ്റ്സിലേക്കൊക്കെ കൺവേർട്ട് ചെയ്ത് എഴുതുമ്പോൾ 57 ഡിഗ്രി 16 മിനിറ്റ് എന്ന് കിട്ടും. ഇത് ചിലപ്പോൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ എക്സാമിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 1 ഡിഗ്രി ഇസ് ഈക്വൽ ടു ഡാഷ് റേഡിയൻ, ഈ വാല്യൂ തന്നിട്ട്. ഓക്കെ, അപ്പൊ അതൊന്നും ഓർത്ത് വെക്കുക. ഇതെങ്ങനെയാണ് നമ്മൾ ഒരു ഡിഗ്രി മെഷറിനെ തന്നാൽ അതിനെ റേഡിയനിലേക്ക് മാറ്റുന്നതെന്നും റേഡിയൻ മെഷറിൽ തന്നാൽ അത് ഡിഗ്രിയിലേക്ക് മാറ്റുന്ന പ്രോബ്ലംസ് നമുക്ക് പഠിക്കാനുള്ളതാണ്. സോ ലെറ്റ്സ് ഗോ ടു ദാറ്റ് ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ടു കൺവേർട്ട് ഡിഗ്രി മെഷർ ടു റേഡിയൻ മെഷർ ആൻഡ് റേഡിയൻ മെഷർ ടു ഡിഗ്രി മെഷർ.